വാർത്തകൾ തുടരുന്നു. കാട്ടാന ഇറക്കം പതിവായതോടെ ആശങ്കയോടെ വട്ടവടയിലെ കർഷകർ. ഇടയ്ക്കിടെ ഈ മേഖലയിലെത്തുന്ന കാട്ടാനക്കൂട്ടം കൃഷിയിടങ്ങളിൽ സ്ഥിരമായി തമ്പടിച്ചാൽ തങ്ങളുടെ ജീവിതം പൂർണ്ണമായി ഇരുളടയുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. കാലാവസ്ഥാ വ്യതിയാനത്തിനും വിലയിടിവിനുമൊപ്പം കാട്ടാന ശല്യം കൂടി വർദ്ധിച്ചാൽ കൃഷി ഉപേക്ഷിക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത്. കാർഷിക വൃത്തി ഉപജീവനമാക്കിയ വട്ടവട മേഖലയിൽ പ്രധാന വരുമാനമാർഗം പച്ചക്കറി കൃഷിയാണ്. ബട്ടർ ബീൻസ്, ഉരുളക്കിഴങ്ങ്, ക്യാബേജ് എന്നിവയാണ് പ്രധാനമായും ഇവിടെ കൃഷി ചെയ്യുന്നത്. എന്നാൽ വിളവെടുക്കാറായ പലരുടെയും പച്ചക്കറി കൃഷി കാട്ടാനകളുടെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടതോടെ ഇവരുടെ ഒരു വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് നശിച്ചിരിക്കുന്നത്. കൃഷിയിടങ്ങളിൽ കാട്ടാനകൾ ഇറങ്ങി നാശം വരുത്തിയതോടെ വലിയ ആശങ്കയിലാണ് പ്രദേശത്തെ കർഷകർ. വന്ന് ചരിത്രമില്ല. ആന വരും പിന്നെ പോകും. ഇപ്പം ഈ 2 പ്രാവശ്യം വളത്തോട്ട് ഭാഗത്ത് ആന വന്ന് കൃഷി ഭയങ്കര നാശനഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ കൃഷി നമ്പി ജീവിക്കുന്ന ആൾക്കാർ, പച്ചക്കൃഷി നമ്പി ജീവിക്കുന്ന ആൾക്കാരാണ്. ഈ കടയിൽ ഇന്നലെ ആന അവിടെ വളത്തോട്ട് ഇറങ്ങി വന്നിട്ട് 2 പേര് വരട്ടാൻ പോകുന്ന അവർക്ക് പരിക്കേറ്റുള്ള അവർ ഹോസ്പിറ്റലിൽ അടക്കമാണ്. ഞാൻ ഫോറസ്റ്റുകാരെ വിളിച്ച് പറഞ്ഞിട്ട് ഇതുവരെയും അവർ അതിൻ്റെ നടപടിക്ക് സ്വീകരിച്ചിട്ടില്ല. പിന്നെ കൃഷി ഓഫീസിൽ വിളിച്ചിട്ടുണ്ട്, അവർ സ്ഥലം നോക്കാനായിട്ട് എന്നിപ്പോൾ പോയിട്ടുണ്ട്. ഇത് സർക്കാർ ഉടൻ തന്നെ നടപടിയെടുത്ത് വട്ടോടെ കൃഷിക്കാരെ സംഭരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. അവിടെ ജീവിക്കുന്ന മൊത്തം കൃഷിന് വേണ്ടി ജീവിക്കുന്നത് വേറെ ബാൽക്കൊന്നുമില്ലാത്ത ആൾക്കാരാണ്. വളത്തോട് ഭാഗത്തിലെ ഇന്നലെ കോഷും ഭയങ്കര നാശമാണ്. ഇപ്പോൾ നേരത്തെ ആടുകളും 45 ആടുകൾ നേരത്തെ ഉണ്ട്, അതും ഞാൻ കൊടുത്തത്, അതും ഇവർ തിരിഞ്ഞ് നോക്കിയിട്ടില്ല. അവിടെ ഫോറസ്റ്റുകാർ മെത്തണമാനും ഫോറസ്റ്റുകാർ നേരിട്ട് കണ്ടിട്ട് എന്തെങ്കിലും അതിലൂടെ ക്ഷമയാണ് ചെയ്യാതെ അവിടെ ഞങ്ങൾ ജീവിക്കാൻ പറ്റും. ഇല്ലാണ്ടെങ്കിൽ പയ്യൽ കുത്തിമുട്ടിലിരിക്കുവാണെങ്കിൽ അത് താഴ്മയായിട്ട് പറയാവുന്നു. സർക്കാർ ഉടൻ തന്നെ അത് നടപടി എടുക്കുമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിച്ചു. കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ സ്ഥിരമായി തമ്പടിച്ചാൽ കർഷകരുടെ ജീവിതം പൂർണ്ണമായി ഇരുളടയും. കാലാവസ്ഥാ വ്യതിയാനത്തിനും വിലയിടിവിനുമൊപ്പം കാട്ടാനശല്യം കൂടിയായാൽ കർഷകർക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് ഏറെ വെല്ലുവിളി ഉയർത്തുന്നതാണ്. പ്രദേശത്ത് കാട്ടാന ആക്രമണത്തിൽ നിരവധി കർഷകർക്ക് വൻ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ബാങ്ക് വായ്പ എടുത്തും പരിചയക്കാരിൽ നിന്നും കടം വാങ്ങിയുമാണ് പലരും കൃഷി ഇറക്കിയത്. കൃഷി ആനകൾ നശിപ്പിച്ചതോടെ എങ്ങനെ പണം തിരിച്ചടയ്ക്കുമെന്ന വിഷമത്തിലാണ് കർഷകർ. പഴത്തോട്ടം മേഖലയിലായിരുന്നു ആനകൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങി നാശം വിതച്ചത്. വിരട്ടി ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആനകൾ പാഞ്ഞെടുത്തപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച വട്ടവട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കം 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. Al-Azhar Group of Institutions, 16 institutions, offering 56 plus programs, serving 7,000 plus students. Al-Azhar, the most versatile campus in South India since 2002. K.M. Musa Haji, founder, chairman, Al-Azhar Group of Institutions, Thodupuzha, had a profound vision of providing high-quality education to the youth. He wished to elevate the underprivileged and minority communities of the Idukki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al-Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public school, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al-Azhar Medical College and Super Specialty Hospital. Well-developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team, maintaining quality and contributing success. Shining light, smiling bright. Al-Azhar Group of Institutions, Thodupuzha.